വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാഘവൻ പയ്യനാട്. മണ്ണ് അതാണെല്ലാം, മണ്ണിൽ കിളിർത്ത് മണ്ണിൽ ലയിക്കുന്നതാണെല്ലാം. 6 അടി മണ്ണിൻ്റെ ജന്മി എന്ന് പറഞ്ഞാണ് ജീവിതത്തിൻ്റെ നശ്വരതയെ നമ്മെ ബോധ്യപ്പെടുത്തിയിരുന്നത്. പെറ്റു വീഴുന്നതും കളിച്ചു വളരുന്നതും മണ്ണിൽ തന്നെ, വെട്ടിപ്പിടിക്കുന്നതും മണ്ണ് തന്നെ. ഈ ആകാശത്തെ അഴിച്ചുവിട്ട് കടന്നുപോയ വഴികളെല്ലാം സ്വന്തമാക്കി എത്ര പേർ ചക്രവർത്തിയുടെ സിംഹാസനത്തിലിരുന്നു. അലക്സാണ്ടർ തുടങ്ങി എത്ര ചക്രവർത്തിമാർ ഭൂമി വെട്ടിപ്പിടിച്ചു. മണ്ണിനു വേണ്ടി എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യരുടെ ചോര കൊണ്ട് എത്ര തവണ ഈ മണ്ണ് തന്നെ ചുവന്നു. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവുമണിഞ്ഞയ്യോ ശിവശിവ. ഇത് മഹാഭാരതത്തിലെ ചിത്രം. മണ്ണിനു വേണ്ടിയുള്ള യുദ്ധം ഒടുങ്ങാത്ത വിലാപമായപ്പോഴാണ് അശോക ചക്രവർത്തിയുടെ കണ്ണു തുറന്നത്. ബുദ്ധമതം ലോകമെങ്ങും വ്യാപിച്ചു. ഈ മണ്ണിലാണ് വിതച്ചും കൊയ്തും കന്നുകാലി വളർത്തിയും സംസ്കാരങ്ങൾ വളർന്നത്. എന്നാൽ ഇന്ന് മണ്ണിനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെല്ലാം മാറിമറിഞ്ഞുപോയി. റിയൽ എസ്റ്റേറ്റിന് വിഹരിക്കാനുള്ള ഒരു മേഖല. കുട്ടിയായിരിക്കെ എന്നെപ്പോലെ എല്ലാ കുട്ടികളും സ്വപ്നത്തെ വിരിയിച്ചെടുത്തത് മുറ്റത്തെ മണ്ണിലാണ്. കൂട്ടുകാരുമൊത്ത് മണ്ണുകൊണ്ട് വീടുണ്ടാക്കും. മണ്ണുകൊണ്ട് തന്നെ ചോറും കറികളും ഉണ്ടാക്കും. കണ്ണൻ ചിരട്ടയിൽ കുഴച്ച മണ്ണുകൊണ്ട് പുട്ടുണ്ടാക്കി പങ്കുവെച്ചത് ഇന്നും ഒരു ഓർമ്മ. മുറ്റത്തും പറമ്പിലും കെട്ടിനിന്ന വെള്ളത്തിന് ചാലുകീറി വെള്ളത്തെ എനിക്കിഷ്ടമുള്ളിടത്തേക്ക് നയിച്ചപ്പോൾ ഭഗീരഥൻ്റെ ഭാവമായിരുന്നു അന്ന് എനിക്ക്. വള്ളത്തോൾ വിവരിച്ചതുപോലെ കെട്ടിപ്പിടിച്ചും കരണം മറിഞ്ഞും പൂഴിയിൽ തിമർത്ത് കുട്ടികൾ കളിച്ചൊരു കാലമുണ്ടായിരുന്നു. ചാണകവും പച്ചിലയുമിട്ട് മണ്ണിളക്കി ചളിയാക്കിയ പാടത്ത് ഞാറ് നടുന്ന കാഴ്ച. കുറച്ചുകൂടി വലുതായപ്പോൾ ആ ചളിയിൽ തലങ്ങും വിലങ്ങും നടന്ന് ഞാറ്റുകറ്റ വലിച്ചെറിഞ്ഞു കൊടുത്തപ്പോൾ കാലിൽ പുതഞ്ഞ ചളിയുടെ തണുപ്പ്. ചളി ഉണങ്ങുമ്പോൾ കാലിലെ തൊലിയിൽ വലിഞ്ഞു മുറിയുണ്ടാകുന്ന ഈ കിളി. ജന്മിയുടെ ധികാരവും കുടിയാൻ്റെ ദൈന്യവും കണ്ടിരുന്നെങ്കിലും മണ്ണിൻ്റെ മേലുള്ള അവകാശമാണ് ജന്മിയെയും കുടിയാനെയും ഉണ്ടാക്കിയത് എന്നത് യൗവനത്തിൻ്റെ അറിവ്. ഇങ്ങനെ മണ്ണിൽ പുതഞ്ഞതായിരുന്നു നമ്മുടെ ജീവിതം. മണ്ണിൽ നിന്നാണ് നമുക്ക് അന്നവും ഉടുപ്പും കയറിക്കിടക്കാനൊരിടവും ഉണ്ടായത്. എന്നാൽ ഇന്ന് മണ്ണൊരു അശ്ലീലമാണ്. അമ്മ കുട്ടിയെ ശാസിക്കും. മണ്ണിലിറങ്ങരുത്, അഴുക്കാകും. ചളിയിലും വെള്ളത്തിലും കളിക്കരുത്, തണുപ്പ് പിടിക്കും. പരസ്യങ്ങൾ പറയും, തറയിൽ ഇരിക്കരുത്, തറയിൽ തൊടരുത്. അപ്പടി രോഗാണുക്കളാണ്. അങ്ങനെ ഇന്ന് മണ്ണ് ഭീതിപ്പെടുത്തുന്ന ഒന്നാണ്. കർഷകന് മണ്ണ് നെല്ല് വിളയിച്ചെടുക്കാനുള്ള വളക്കൂറുള്ള ഇടമായിരുന്നു. ആ മണ്ണാണ് അഴുക്കും രോഗാണുക്കളുടെ സങ്കേതവുമായി മാറിയത്. അതോടെ മണ്ണിലിറങ്ങാൻ മടിയായി, ഭയമായി. പാടത്ത് ചളിയിലിറങ്ങി പണിയെടുക്കാൻ ആളില്ലാതായി. മണ്ണ് കാലിൽ പുരളാതിരിക്കാൻ അകത്തുപോലും നാം ചെരുപ്പ് ഉപയോഗിച്ചു തുടങ്ങി. മണ്ണിനെയും പൊടിയെയും പേടിച്ച് തറ സിമൻ്റിട്ടു. സിമൻ്റ് തറയിലും കാണാത്ത രീതിയിൽ പൊടിയും രോഗാണുക്കളും ഉണ്ട് എന്ന് ബോധ്യമായപ്പോൾ ടൈല് വിരിച്ചു. അത് നേരാനേരം ലോഷൻ ഉപയോഗിച്ച് തുടച്ചു. അങ്ങനെ അറിയാതെ മണ്ണ് നമ്മുടെ ശത്രുവായി. മണ്ണിൽ നിന്ന് ഞാനും അകന്നകന്ന് പോയിരിക്കുന്നു എന്ന് വേദനയോടെ അറിഞ്ഞ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് പിരിയാം. ഇന്നത്തെ സീമാന്ധ്രയുടെ ഭാഗമായ തിരുപ്പതിയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമം. സുഹൃത്തിനോടൊപ്പം അവൻ്റെ വീട്ടിലെത്തുന്നത് രാത്രി വളരെ വൈകിയാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാറായപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് കാല് കഴുകണം. എന്നെയും കൂട്ടി മുറ്റത്തിനപ്പുറമുള്ള കിണറ്റിൻകരയിൽ നിന്ന് കാല് കഴുകി. മഴയുള്ളതുകൊണ്ട് മുറ്റമാകെ ചെളിയായിരുന്നു. ആ ചളിയിലൂടെ തന്നെയാണ് വീട്ടിലേക്ക് വീണ്ടും കയറിയത്. കാലിൽ പറ്റിയ ചളി മനസ്സിലൊരു ആവിലാതിയായി. ആ രാത്രി എനിക്കുറക്കം വന്നതേയില്ല. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, മണ്ണ് എനിക്ക് അന്യമായി കഴിഞ്ഞു. സുഹൃത്തെ, നീ ഭാഗ്യവാൻ. കാരണം മണ്ണും ചെളിയും എന്നും നമുക്കഴുക്കല്ല. നീ കർഷകപുത്രൻ. മണ്ണിൻ്റെ മാറിൽ നിനക്ക് അഭയമുണ്ട്, എനിക്കോ. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ രാഘവൻ പയ്യനാട്.